കോൺഗ്രസ് വിട്ട സാബു ജേക്കബ് കേരള കോൺഗ്രസ് എമ്മിലേക്ക് പിറവത്ത് കേരള കോൺഗ്രസ് എം മത്സരിച്ചാൽ LDF സ്ഥാനാർത്ഥിയായി സാബു കെ ജേക്കബിനെ പരിഗണിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. പാർട്ടിയുമായി സഹകരിക്കണമെന്ന് ജോസ് കെ മാണി ആവശ്യപ്പെട്ടെന്നും തനിക്ക് താല്പര്യമുണ്ടെന്നും സാബു പറഞ്ഞു. സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ താൻ അതിനെ സ്വാഗതം ചെയ്യുമെന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. അനൂപ് ജേക്കബ് MLAയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസിലെ ചില നേതാക്കൾ തന്നെ പുറത്താക്കുകയായിരുന്നു. KPCC നിർവാഹക സമിതി അംഗവും പിറവം പഞ്ചായത്ത് നഗരസഭ എന്നിവയുടെ മുൻ അധ്യക്ഷനുമായ സാബു കെ ജേക്കബ് ഇന്നലെ പിറവത്ത് വികസന മുന്നേറ്റ ജാഥയെ സ്വീകരിക്കാനെത്തിയിരുന്നു. വളരെ വേദനാജനകമായ അനുഭവം ഈ ഒരു 5 വർഷക്കാലമായി എനിക്ക് വളരെയധികം ഉണ്ടായി. അത് ഉണ്ടായത് കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ ചില ആളുകളും അതോടൊപ്പം പിറവത്തിൻ്റെ MLAയും അദ്ദേഹം വളരെ നാളുകളായി എന്നെ മാറ്റി നിർത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. കാസർഗോഡ് നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ ഇദ്ദേഹവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുഹമ്മദ് ഷിയാസ് DC പ്രസിഡന്റും തീരുമാനം എടുക്കുന്നു, സാബുവിനെ മാറ്റണം, സാബുവിനെ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുക. അത് KPCC എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നുകൊണ്ട് KPCCയിലേക്ക് അതിൻ്റെ മെസ്സേജ് വരുമ്പോൾ ഞാൻ കൃത്യമായി അറിയുന്നു. അതുകൊണ്ട് തന്നെ വളരെ മുൻകൂട്ടി ഒരു 3 മണിക്കൂർ മുമ്പ് ഞാൻ രാജി സമർപ്പിക്കുന്നു, ഇതിൽ നിന്ന് പിന്മാറും. ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ നാടും വികസന മുന്നേറ്റമായി പോകുമ്പോൾ പിറവ മാത്രം എന്തുകൊണ്ട് പുറകോട്ട് പോകുന്നു? അതിനൊരു ഉത്തരം കണ്ടെത്താനുള്ളൊരു ചോദ്യമാണ് എൻ്റെ രാജി. അതിന് അനൂപ് ജേക്കബ് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. കേരള കോൺഗ്രസ് എമ്മിലേക്കാണോ? അല്ല, ഞാൻ പ്രിയങ്കരനായ ശ്രീ ജോസ് കെ മാണിയായിട്ട് നേരത്തെ മുതൽ എനിക്ക് അടുപ്പമുണ്ട്. അദ്ദേഹം പല പ്രാവശ്യം ഞാൻ മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിട്ട് സഹകരിച്ച് നമുക്ക് പ്രവർത്തിക്കാമെന്ന് പറയുകയുണ്ടായി. ഞാൻ അതിന് താല്പര്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനായ ജോസ് കെ മാണി അനുകൂലമായ തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങ് സ്ഥാനാർത്ഥിയായിക്കുന്ന ചില സൂചനകളൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചാൽ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞാൽ ഞാനത് സ്വാഗതം ചെയ്യും, അതിന് ഞാൻ തയ്യാറാവുകയും ചെയ്യും. കാരണം അത് പൊതുജനങ്ങളിലേക്ക് ഈ നാടിന് പിറവത്തിന് വികസനം കൊണ്ടുവരാനാണ്. അത് സംഭവിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ വന്നാൽ പൂർണ്ണമായും ഞാൻ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണ്. ഇത്തവണ